അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ. നമ്മള് നിയത്തിന്റെ പ്രാധാന്യം നമ്മള് നോമ്പിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലേ. അൽഹംദുലില്ലാ. നമ്മളെ നാവിനെ ഏറ്റവും നല്ല രൂപത്തിൽ നിയന്ത്രിച്ച് നിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നോമ്പ് കഴിഞ്ഞാലും ശരിയായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ തഖ്വ പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നമുക്ക് അറിയാലേ, നാളെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ദർജയിലേക്ക് എത്താൻ കാരണമാകുന്ന ഒരു കർമ്മം നമുക്കറിയാം. നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ആ ഒരു ദർജയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അത് എന്താണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സ്വർഗത്തിലെ മാഷാ അല്ലാഹ്, സൽസ്വഭാവം അല്ലെ. സൽസ്വഭാവം എന്ന് പറഞ്ഞാല് ഏറ്റവും നമ്മളെ കർമ്മങ്ങളില് ഘനം തൂങ്ങുന്ന, നാളെ മീസാനില് ഘനം തൂങ്ങുന്ന ഏറ്റവും വലിയ മഹത്തരമായ ഒരു കർമ്മമാണ് സ്വഭാവം എന്നുള്ളത് അല്ലെ. ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. അപ്പൊ എന്താണ് ഈ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പം നമ്മള് ചില ആളെ കുറിച്ച് പറയും, അയാള് നല്ല ദീനിയാണ്, പക്ഷെ അയാളെ സ്വഭാവം അത്ര ശരിയില്ല അല്ലെ. സത്യത്തില് ദീനിയായ ഒരാളാണെങ്കില് അയാളെ സ്വഭാവം നല്ലതാകുമായിരുന്നു. കാരണം സൽസ്വഭാവം എന്നുള്ളത് എന്താണ്? അത് ജീവിതത്തിൽ നമ്മൾ ഓരോ വിശ്വാസിയും കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയൊരു പുണ്യകർമ്മം തന്നെയാണ്. അപ്പം ദീന് എന്ന് പറഞ്ഞാല് നിസ്കരിക്കുക, നോമ്പെടുക്കുക, ഖുർആൻ ഓതുക, പള്ളിയിൽ പോവുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതിന് ഒരിക്കലും അയാള് നല്ല ദീനിയാണ്, അവളെ നല്ല ദീനിയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. നമ്മള് എപ്പോഴും നമ്മൾ അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, സദഖ, ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട് അല്ലെ. ഇതേപോലെ തന്നെ നമ്മളെ ജീവിതത്തിലെ ഒരു പുണ്യകർമ്മമാണെന്ത്? സൽസ്വഭാവം എന്നുള്ളത്. അത് ചിലപ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇതൊരു കർമ്മമാണെന്നുള്ള കാര്യത്തിൽ അല്ലെ. നമ്മള് ആ ഒരു ശരിക്കും നമ്മളെ ജീവിതത്തില് ഈ സൽസ്വഭാവത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് നാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ മുമ്പേ കുറെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു പ്രതിഫലം നമുക്ക് കിട്ടണ്ടേ അല്ലെ. ഇപ്പൊ നോമ്പല്ലേ. ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാ ഇപ്പൊ പകല് നമ്മൾ നോമ്പുകാരാണ് അല്ലെ. അൽഹംദുലില്ലാ റമളാൻ മാസം ആയതുകൊണ്ട് നമ്മളെല്ലാരും നോമ്പുകാരാണ്. എന്നാല് നോമ്പല്ലാത്തപ്പോഴും പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന, രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന ഒരാളുടെ പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മം അല്ലെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു മിനിറ്റ്, ആരോ വന്നിട്ട് വെല്ലടിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താണ്? ഒരു സത്യവിശ്വാസി തന്റെ സൽസ്വഭാവം മുഖേന നോമ്പനുഷ്ഠിക്കുന്നവന്റെയും നമസ്കരിക്കുന്നവന്റെയും പദവി നേടിയെടുക്കുന്നു. അപ്പൊ നമ്മളെ സ്വഭാവം നല്ലതാക്കിയാൽ തന്നെ നമുക്ക് ഈ സ്ഥിരമായിട്ട് നോമ്പെടുക്കുന്ന, രാത്രി നമസ്കരിക്കുന്ന ഒരാളുടെ പദവിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതി. നമ്മളെ നാവ് എത്രത്തോളം നല്ലതാണ്. നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ നമ്മളെ നാവും നല്ലതായിരിക്കും അല്ലെ. നമ്മളെ സ്വഭാവം നല്ലതാണെങ്കിൽ നമ്മുടെ ഹൃദയം നല്ലതായിരിക്കും. നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ നമ്മളെ കൈകാലുകളും നല്ലതായിരിക്കും അല്ലെ. നമ്മുടെ പ്രവർത്തനങ്ങളും നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം സ്വഭാവത്തില് നന്മയുള്ള ആളുകളാണ് എന്ന് വേറെ ചിലപ്പോ നമ്മളെ വിലയിരുത്താൻ മറ്റുള്ളവർക്ക് സാധിക്കും. എന്നാലും നമുക്ക് തന്നെ നമ്മളെ ബോധ്യപ്പെടുന്ന നിമിഷങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ പദവിയിലേക്ക് നമുക്ക് എത്താനുള്ള നമ്മളെ സ്വഭാവത്തെ ഏറ്റവും നല്ലതാക്കി തീർത്തരട്ടെ. നമ്മള്
പുറമേ ചിലപ്പോ പുറമേയുള്ള ആൾക്കാരോടൊക്കെ വളരെ നല്ല മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടാവേ. എന്നാൽ അവരുണ്ടാവില്ലേ ചിലപ്പം സ്വന്തം വീട്ടുകാരോട് വളരെ മോശമായിട്ടായിരിക്കും പെരുമാറുക. അതിന് കൂടെ കാര്യമില്ല അല്ലെ. അതേപോലെ തന്നെ പിന്നെ ജനങ്ങളോടൊക്കെ നല്ല ഇത്, എന്നാ തന്റെ രഹസ്യമായ സന്ദർഭങ്ങളിൽ എത്തുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്ന, തിന്മകൾ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ആൾക്കാർ, ഇവരൊക്കെ ഏത് ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും? ഇവരൊന്നും നമുക്ക് സൽസ്വഭാവികളാണെന്ന് പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആൾക്കാരോട് നല്ലതും എന്നിട്ട് വീട്ടിലുള്ളവരോട് അല്ലെ, നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലെ. എന്നിട്ട് നമ്മള് പുറമെ ഭയങ്കര എല്ലാവരോടും നല്ല സ്നേഹവും ഇതെല്ലാം. സൗണ്ട് കുറവാണല്ലോ, സൗണ്ട് കുറവായിട്ടൊക്കെ. കുറവാ? മ്യൂട്ട് ചെയ്തിട്ട് വന്നപ്പോ അതില്ലേ, നിങ്ങളൊന്ന് ഇറങ്ങിയിട്ട് കയറി നോക്ക്. നിങ്ങൾ ചിലപ്പോ ഫോണിന്റെ പ്രശ്നമായിരിക്കും. നിങ്ങളൊന്ന് ഇറങ്ങിയിട്ട് കയറി നോക്ക്. അപ്പോ പിന്നെ നമ്മളെ കർമ്മങ്ങള്, നമ്മുടെ സ്വഭാവം അത് ഏറ്റവും നല്ലതാക്കാതെ സ്വന്തം അല്ലെ, നമ്മളോട് കൂടെ അടുത്ത് കഴിയുന്ന ആൾക്കാരോട് നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തിൽ നമ്മൾ പെരുമാറാന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളെ റബ്ബിന്റെ പിന്നെ റബ്ബിനോടുള്ള നമ്മളെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം അതും ഏറ്റവും നല്ലതാക്കാൻ നമ്മൾ പരിശ്രമിക്കും. പിന്നെ പറയുന്നൊരു ഹദീസ്, പിന്നെ അബൂ ദർദ റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാളില് ഒരു സത്യവിശ്വാസിയുടെ തുലാസില് സൽസ്വഭാവത്തെക്കാൾ ഘനം തൂങ്ങുന്ന വേറൊരു വസ്തു ഇല്ല. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് അല്ലെ, നമ്മള് നാളെ മരിച്ചു തന്നിട്ട് നമ്മുടെ അമലുകളുടെ കർമ്മങ്ങൾ തുലാസ് ഇട്ടിട്ട് തൂക്കും അല്ലെ, നമ്മൾ ഓരോരുത്തരുടെയും അമലുകൾ. ആ സമയത്ത് നമ്മളെ സ്വഭാവമായിരിക്കുമ്പോൾ ഏറ്റവും വെയിറ്റ് ഉള്ള, നല്ല കനമുള്ള കല്ല് പോലെ അത് ഏറ്റവും വെയിറ്റ് ആയിട്ട് തൂങ്ങുന്ന പറയും. അപ്പോ നമുക്ക് പിന്നെ അതവിടെ ഉപയോഗപ്പെടുവോ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അല്ലെ. ആ ഹദീസിന്റെ കൂടെ തന്നെ പറയുന്ന പിന്നെ അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവിയെ അള്ളാഹു വെറുക്കുന്നു. നമ്മളെ നാവിലൂടെ വരുന്ന വാക്കുകൾ എപ്പോഴും നല്ലതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാരോടും നമ്മളോട് നല്ല രീതിയിലുള്ളവരോടൊക്കെ നമ്മൾ നല്ലതും, നമ്മളോട് പിന്നെ മോശമായി പെരുമാറുന്നവരോട് മോശമായിട്ട് പെരുമാറുന്നെങ്കിലോ അവിടെ അതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ നാവുകളിൽ അശ്ലീലം കലർന്ന വാക്കുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളോട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും അങ്ങോട്ട് ദേഷ്യപ്പെടാതെ അല്ലെ, നമ്മൾ എത്രത്തോളം ക്ഷമ അവിടെ കാണിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അതിന്റെ പ്രതിഫലമാണ് അല്ലെ. ചിലപ്പോ നമ്മളെ കീഴിലുള്ളവരോടായിരിക്കും നമുക്ക് ദേഷ്യം വരാം. നമ്മളെ മേലെയുള്ള ആളുകള് നമ്മളോട് ദേഷ്യപ്പെട്ടാല് അല്ലെ, അങ്ങനെ ഉണ്ടല്ലോ. നമ്മള് മേലെയുള്ള ആൾക്കാർ നമ്മളോട് ദേഷ്യപ്പെടുമ്പോ നമ്മൾക്ക് അവരോട് തിരിച്ചൊന്നും പറയാനും പ്രതികരിക്കാനും കഴിയാതാകുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാ, നമ്മളെ താഴെയുള്ളവരോട് നമ്മൾ എന്താക്കും, നമ്മൾ ആ ദേഷ്യം മുഴുവൻ തീർക്കുന്ന ഒരു പ്രവണത സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. വാക്കുകള് നന്നാക്കാൻ എന്ത് പ്രകോപനപരമായ സമീപനം നമ്മളെ നേർക്കുണ്ടായാലും അല്ലെ, ക്ഷമയോടെ ആ കോപത്തെ നിയന്ത്രിക്കാനൊക്കെ നമുക്ക് സാധിച്ചാല് തീർച്ചയായും ഈ പറഞ്ഞ ദർജ അല്ലെ, ഉന്നതമായ ആ ഒരു ദർജയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളെ നാവുകൾ ഏറ്റവും നല്ലതാകട്ടെ. അനാവശ്യ സംസാരങ്ങളൊന്നും നമ്മളെ നാവിലൂടെ വരാതിരിക്കട്ടെ. ആരെക്കുറിച്ചും ഒരു തെറി പറയാ, ചീത്ത വിളിക്കുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും നമ്മൾ ആ രീതിയിലാകുമ്പോഴില്ലേ നമ്മളെ മക്കളും അങ്ങനെ തന്നെ ഉണ്ടാവുക. നമ്മള് നല്ല വാക്കുകളാ പറയുന്നെങ്കിൽ മക്കളും നല്ലതേ പറയും. നേരെ മറിച്ച് നമ്മളെ നാവിലൂടെ മോശമായ വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഇല്ലേ, കുട്ടികൾ അത് പെട്ടെന്ന് പഠിക്കും. കുട്ടികൾ പഠിക്കുന്നത് മാത്രമല്ല, അവർ വിളിക്കുകയും ചെയ്യും. അവര് വിളിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാം. ചിലപ്പോ അവര് നമ്മളെ മുമ്പ് ചിലപ്പോ വിളിക്കൂല, അവര് അവരെ പോലത്തെ കുട്ടികളെ അടുത്ത് എത്തിയാലായിരിക്കും ചിലപ്പോ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. തുലാസിൽ ഏറ്റവും കനമുള്ള ഒരു അമലായിട്ട് അല്ലാഹു തആല നമ്മളെല്ലാവരുടെയും സ്വഭാവത്തെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെന്താ പറയുന്ന അറിയോ, മൂന്നാളും നാലാളും വരുമ്പോ പറയുന്ന ഇത് പൊന്തിട്ട് എന്താണ്
മനുഷ്യരെ കൂടുതലായി സ്വർഗപ്രവേശനത്തിന് കാരണമാക്കുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുള്ള തഖ്വയും അള്ളാഹിന് പിന്നെ സൽസ്വഭാവമാകുന്നു. മനുഷ്യരെ കൂടുതലായി സ്വർഗപ്രവേശനത്തിന് കാരണമാക്കുന്നത് തഖ്വ. ഒന്നാമതായിട്ട് പറയുന്നത് തഖ്വയാണ്. പിന്നെ പറയുന്നത് എന്താണ്? സൽസ്വഭാവം. സുബ്ഹാനല്ലാഹ്. തഖ്വയുടെ കൂടെ ചേർത്ത് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മള്. അപ്പൊ അതിന്റെ ഗൗരവം എത്ര ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ ആളുകൾ സ്വർഗത്തിന് പ്രവേശനത്തിന് കാരണമായി തീരുന്ന ഒരു സൽക്കർമ്മം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു, പിന്നെ തഖ്വയും സൽസ്വഭാവവും തമ്മിൽ ഒരുമിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിക്കൽ അവന്റെയും റബ്ബിന്റെയും ഇടയിൽ ഉള്ളതിനെ നന്നാക്കും. അല്ലെ? തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവും അവനും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ വരുന്ന ഒരു വിഷയമാണല്ലോ തഖ്വ. അപ്പം ആ തഖ്വ എന്താണ്? റബ്ബിന്റെയും നമ്മളുടെയും ഇടയിലുള്ള ബന്ധത്തെ എന്താക്കും? നന്നാക്കും. സൽസ്വഭാവം എന്നുള്ളതോ അത് സൃഷ്ടികളുടെയും അവന്റെയും ഇടയിലുള്ള അവസ്ഥകളെ നന്നാക്കും. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കൽ അള്ളാഹുവിന്റെ സ്നേഹത്തെ നിർബന്ധമാണ്. നമ്മള് തഖ്വയുള്ളവരാകുമ്പോ അള്ളാഹു തആല എന്താണ്? യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലെ? അള്ളാഹു തഖ്വയുള്ളവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടും. അള്ളാഹിന്റെ സ്നേഹം അവിടെ നിർബന്ധമാകും. അതേപോലെ തന്നെ സൽസ്വഭാവം ജനങ്ങളെ അവനെ സ്നേഹിക്കുന്നത് നിർബന്ധമാകും. അതായത് നല്ല സ്വഭാവമുള്ള ആൾക്കാരെ എല്ലാരും ഇഷ്ടപ്പെടും. അല്ലെ? പരുക്കൻ സ്വഭാവമാണെങ്കിലോ ആൾക്കാരുടെ അടുത്ത് പോകുകയും ഇല്ല. അല്ലെ? അപ്പൊ അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യം നമ്മള് ഓർമ്മിക്കുക. അള്ളാഹുമായിട്ടും സൃഷ്ടികളുമായിട്ടും ഉള്ള നമ്മുടെ ബന്ധത്തെ ഏറ്റവും നല്ലതാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിലൂടെ അള്ളാഹുവിന്റെ സ്നേഹത്തെയും ജനങ്ങളുടെ സ്നേഹത്തെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ പറയുന്നത് എന്താ അറിയോ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വേദന ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു. പിന്നെ ഈ തസ്കീൻ എന്നുള്ള ആളെടുക്കിടക്ക് ഞാൻ അൺമ്യൂട്ട് ആയി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തമാശക്ക് പോലും കളവ് പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു. എന്നാൽ തന്റെ സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഞാൻ വീട് ഉറപ്പ് നൽകുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ അപ്പൊ ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ഓരോ വീട് ഉണ്ടാക്കാം. അല്ലെ? സുബ്ഹാനല്ലാഹ്. എനിക്കിത് ഈ വീടിന്റെ കാര്യം പറയുമ്പോ എന്റെ ഹനാമോൻ ചോദിച്ചത് തന്നെ എനിക്ക് ഓർമ്മ വരും. എന്തിനാ ഇപ്പൊ സ്വർഗത്തിൽ കുറെ വീട്? അല്ലാഹു അക്ബർ. നമുക്ക് ഇവിടെ തന്നെ കുറെ വീടുണ്ടാകുന്നത് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ? അല്ലെ? പിന്നെ സ്വർഗത്തിൽ വീടെന്തിനാ പുറത്തുനിന്ന് കുറെ വീടുള്ള ആളുകളെ കൂട്ടത്തിലുള്ള നമ്മളെല്ലാം ഉൾപ്പെടുത്തിട്ടെ. മീൻ അപ്പൊ പിന്നെ തന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്വാരത്തൊരു വീടുണ്ട്. പിന്നെ തമാശക്ക് പോലും കളവ് പറയാത്തവർക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ട്. എന്നാൽ സൽസ്വഭാവം തന്റെ സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് ഉറപ്പ് നൽകുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഉറപ്പായിട്ട് ആ ഉറപ്പ് എന്തായാലും കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് നമുക്കൊക്കെ സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളെല്ലാം ഏറ്റവും മേലെ കിട്ടണം എന്നല്ല ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളെ കർമ്മങ്ങളെ നമുക്ക് എന്താക്കണം? നന്നാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ. പിന്നെ നമ്മളെല്ലാരും ഈ സ്വർഗം എന്നുള്ളത് നമ്മളെല്ലാരും കൊതിക്കുന്ന കാര്യം തന്നെയാണ്. അല്ലെ? ആരാ സ്വർഗത്തെ ആഗ്രഹിക്കാത്തവരായിട്ടുള്ളത്? സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? അല്ലെ? എങ്ങനെ പിന്നെ ജീവിക്കുന്ന ആളും ആഗ്രഹിക്കും സ്വർഗം കിട്ടണം. പക്ഷെ നമ്മൾ അതിനു വേണ്ട പരിശ്രമങ്ങൾ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. അപ്പം പിന്നെ സ്വർഗം നമുക്ക് കിട്ടിയാൽ തന്നെ പിന്നെ അവന് ഭയങ്കരമായ സംതൃപ്തി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണെങ്കിലും അതിലേറെ സന്തോഷമായിരിക്കും. അല്ലെ? എന്നാ നമ്മള് പിന്നെ
ഈ ദുനിയാവ് തന്നെ നമ്മള് പിന്നെ പറയുന്നില്ല, ഇപ്പൊ സഹാബാക്കൾക്കൊക്കെ എന്താ ഭാഗ്യല്ലേ, അവർക്ക് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാനും ഒന്നിച്ച് കഴിയാനും ഒക്കെ ഉള്ള സൗഭാഗ്യം അവർക്ക് കിട്ടിയില്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അവർക്കൊക്കെ നല്ല സൗഭാഗ്യാണെന്ന് പറയാറുണ്ട്. എന്നാ ആ സൗഭാഗ്യം, അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും കൂടെ കഴിയാനും ഒക്കെ ഉള്ള ഒരു സൗഭാഗ്യം അല്ലാഹു തആല ഒരു കാര്യത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും അന്ത്യനാളിൽ എന്റെ അടുത്ത് ഇരിപ്പിടമുള്ളവരും ആരെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറയാൻ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും ഖിയാമത്ത് നാളിൽ എന്റെ അടുത്ത് പിന്നെ ഇരിപ്പിടമുള്ളവരും ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, പറഞ്ഞു തരട്ടെയോ? അവർ പറഞ്ഞു, അതേ അള്ളാഹുവിന്റെ റസൂലെ. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവമുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ അല്ലെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമുക്ക് സ്വർഗത്തിലൊരു സ്ഥാനം ലഭിക്കാന്ന് പറയുമ്പോ വലിയൊരു തൗഫീഖല്ലേ അത്, അല്ലേ? അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, അള്ളാന്റെ റസൂലിന്റെ അടുത്തിരിക്കാൻ, അള്ളാന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അമീൻ. അതുപോലെ ഇതേ വിഷയം തന്നെ വേറെ ഹദീസിൽ പറയുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ സഹവാസികൾക്ക് ദ്രോഹം വരുത്താത്ത നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരായിരിക്കും. മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം വരുത്താത്ത നല്ല സ്വഭാവക്കാർ, അവർ അവരുടെ സ്വഭാവം കൊണ്ട് ഇണക്കുകയും ഇണക്കപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും. അതായത് ആരോട് പിണങ്ങൊന്നും ചെയ്യൂല, പിണക്കൊന്നും ഉണ്ടാവില്ല, അവർക്ക് ദേഷ്യം പിടിക്കൂല. പിന്നെ അവരുടെ ആ നല്ല സ്വഭാവം കൊണ്ട് തന്നെ അവരോടും ആർക്കും എന്തുണ്ടാവില്ല, ഒരു ദേഷ്യമൊന്നും തോന്നൂല. അങ്ങനെ ഉണ്ടല്ലോ, ദേഷ്യം പിടിക്കാൻ തോന്നാത്ത ഇവരോടെല്ലാം എങ്ങനെ ദേഷ്യം പിടിക്കുക, അങ്ങനെ വിചാരിക്കൂല ചില അത്രയും നല്ല സ്വഭാവത്തിന്റെ ആളുകളോട്. അപ്പം ഇണക്കുകയും ഇണക്കപ്പെടുകയും ചെയ്യുന്നവരാണ് അവർ. മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും വരുത്താത്ത നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാർ. നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല എന്ന് സ്വയം തീരുമാനിച്ചാൽ തന്നെ നമ്മൾ കുറെ ഭാഗം നല്ലതായി, അല്ലെ? നമ്മളൊരു വാക്ക് കൊണ്ട് ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല. ചില ആൾക്കാരുണ്ട് നല്ലതായിരിക്കും, പക്ഷെ ചില സമയത്ത് നല്ല തമാശ രൂപത്തിലൊക്കെ ഭയങ്കരമായ കുത്തുവാക്കുകൾ പറയും. ആ വാക്കുകൾ എന്ന് വെച്ചാല് കേട്ട് നിൽക്കുന്ന ആൾക്കാർ ഉരുകിപ്പോന്നിരിക്കും ചിലപ്പോ. അങ്ങനെ ഉണ്ടല്ലോ, എടുത്തിടുന്ന പോലെ ചില ആൾക്കാർ അങ്ങ് പറഞ്ഞേക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരു വാക്ക് പറഞ്ഞിട്ട് അത് അവർക്ക് വേദനയാവോ അത് നമ്മൾ ചിന്തിക്കണം. തമാശക്ക് ചില ആൾക്കാർ തമാശ രൂപത്തിൽ പറയാ, പക്ഷെ കാര്യമൊക്കെ പറയുന്നുണ്ടാകാം, അത് ആ കേട്ട ആൾക്ക് നല്ല വിഷമമായിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ എന്താകാൻ പാടില്ല, നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള വീഴ്ചകൾ വന്നു പോകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ആളായിരിക്കും, പിന്നെ നല്ല സൽക്കർമ്മങ്ങൾ നിസ്കരിക്കുക, നോമ്പെടുക്കുക എല്ലാം ഇല്ലേ. നമ്മൾ കേട്ടിട്ടേ ഒരു സ്ത്രീ അവര് ധാരാളമായി രാത്രി നമസ്കരിക്കുകയും പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു സ്ത്രീ, പക്ഷെ അവരെ അയൽവാസിക്ക് ദ്രോഹം ചെയ്യും. അവരുടെ നാവ് കൊണ്ട് അവരെ അയൽവാസിനെ വല്ലാണ്ട് ഉപദ്രവിക്കും. അത് കാരണം അവർ നരകത്തിലാണെന്നാ പറഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മത പുലർത്തണം. നമ്മളെ ആ സ്വഭാവം എന്നുള്ളത് ഏറ്റവും നല്ലതാക്കണം. നമ്മളെ നാവ് പ്രവർത്തിച്ചിട്ട് ഒരാൾക്ക് അതിനെ കൊണ്ടൊരു വേദന ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ സ്വയം ഒരു തീരുമാനം എടുത്താൽ മതി. ആരെയും ഒന്നും പറഞ്ഞിട്ട് വേദനിപ്പിക്കൂല, വിഷമിപ്പിക്കൂല. കാരണം നമുക്കിപ്പോ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിഷമാവൂലേ? അല്ലേ? വിഷമാവൂലേ? വിഷമാവും. നമുക്ക് എന്തായാലും വിഷമം. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് വിഷമിപ്പിച്ചാൽ നമുക്ക് വിഷമാവും. അപ്പൊ നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ മതി. എന്തെങ്കിലും പറയുമ്പോ ഞാനിത് പറഞ്ഞാൽ എനിക്ക് വിഷമാവും, പറയണ്ട. ചില ആൾക്കാർക്കില്ലേ പറഞ്ഞാലേ സമാധാനം കിട്ടും, അങ്ങനെ ഉണ്ട്. എന്താ അതിനെ കൊണ്ട് കാര്യമുള്ള, അല്ലെ? നമ്മളവിടെ പോട്ടെ സാരില്ല എന്നുള്ള രീതിയിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്വാളിറ്റിയിലേക്ക് എത്താം, അല്ലെ? വിട്ടുവീഴ്ച കൊണ്ട് അള്ളാഹു തആല നമ്മളെ ദറജ ഉയർത്തുന്ന പറഞ്ഞത്.
അത് ഈ പറഞ്ഞ ദർജയാണ്. അള്ളാഹുവിന്റെ അള്ളാഹിന്റെ അടുത്തുള്ള സ്ഥാനം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയാണോ അള്ളാഹിന്റെ അടുത്താണ് അല്ലെ. ആ സ്ഥാനത്തേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. നമ്മുടെ സ്വഭാവം നല്ലതാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വഭാവത്തെ ഏറ്റവും നല്ലതാക്കാൻ നൽകട്ടെ. പിന്നെ ഏത് കാര്യത്തിന്റെയും പൂർണ്ണത എന്നുള്ളത് വിശ്വാസം കറക്റ്റ് ആകുമ്പോഴാണ് അല്ലെ. അതായത് നമ്മളെ വിശ്വാസം എത്രത്തോളം പെർഫെക്റ്റ് ആകുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മളെ എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണത. കർമ്മങ്ങള് അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്നതാവണമെങ്കിലും അവിടെ വിശ്വാസം എന്നുള്ളത് നിർബന്ധമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളില് ഈ സൽസ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ വിശ്വാസം എന്നുള്ളത് അതിന്റെ കൂടെ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യം. ഈമാൻ, വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അതിനെ കുറക്കുന്നില്ല. നല്ല ഈമാൻ വേണം നമുക്ക്. ഒരാള് നല്ല സ്വഭാവം ഉണ്ട് പക്ഷെ അയാളില് ഈമാൻ ഇല്ലെങ്കിലോ, ഈമാനിന്റെ യാതൊരു അടയാളവും അയാളിൽ ഇല്ലെങ്കിലോ ആ സ്വഭാവം കൊണ്ട് അയാൾക്ക് പ്രയോജനം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അയാൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുന്നല്ലാതെ പരലോകത്തെ അയാൾക്ക് യാതൊരു നേട്ടവും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈമാൻ എന്നുള്ളത് നമ്മള് എല്ലാ കാര്യത്തിന്റെയും മുമ്പിൽ വെക്കണം. എന്ത് കാര്യത്തിന്റെയും മുമ്പിൽ ഉണ്ടാവേണ്ടത് ഈമാനാണ് അല്ലെ. ഈമാനോട് കൂടിയിട്ടുള്ള അമല് സാലിഹത്തുകൾക്കാണ് പ്രതിഫലം തരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം നമ്മളെല്ലാരും ശ്രദ്ധിക്കാം. പിന്നെ നമ്മള് ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ നല്ല സ്വഭാവമുള്ളവരാണ് പരലോകത്ത് എന്റെ അടുത്ത് ഉണ്ടാകാന്ന് പറഞ്ഞല്ലോ അല്ലെ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഇവര് സഹാബാക്കൾ ഇങ്ങനെ ഇരിക്കായിരുന്നു. അന്നേരം കുറച്ച് ആളുകൾ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അവന്റെ ദാസന്മാർ ആരാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളാരാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയാം? അവരിൽ നല്ല സ്വഭാവമുള്ളവർ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ എന്താകണം? സ്വഭാവം നല്ലതാകണം അല്ലെ. ശരിക്കും സ്വഭാവം നല്ലതായാൽ അള്ളാഹു റസൂൽ മാത്രല്ല എല്ലാവരും ഇഷ്ടപ്പെടും. ആ ഒരു കാര്യം നമ്മൾ വളരെ ഇതാക്കണം. ഖിയാമത്ത് നാളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തിരിക്കാൻ നമുക്കൊരു ചാൻസ് നമ്മള് അങ്ങനെ ആലോചിച്ചാൽ മതി. ഓരോ കർമ്മങ്ങളും നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള പോരായ്മകൾ വരാൻ സാധ്യത ഉണ്ടാകുമ്പോ അത് ഓർമ്മിച്ചാൽ മതി. നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത്. നമ്മളെ പെരുമാറ്റം കൊണ്ട് നമ്മളെ സ്വഭാവം നന്നാക്കാത്തതിന്റെ പേരിൽ നമുക്ക് നഷ്ടമാകാൻ സാധ്യത ഉള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം, അള്ളാഹുവിന്റെ ഇഷ്ടം, റസൂലുള്ളാഹിന്റെ ഇഷ്ടം, ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും കുറഞ്ഞ സമയത്തേക്കുള്ള ഒരു നേട്ടം കിട്ടിയിട്ട് എന്താ കാര്യമുള്ളേ? നമ്മൾ ചിന്തിക്കുക. നമ്മളെ സ്വഭാവത്തെ നമ്മൾ നല്ലതാക്കാൻ ശ്രമിക്കുക. അള്ളാഹു ക്ഷമയോടെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നമ്മളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല പരിശീലനം വേണം. ചില്ലറ കാര്യമൊന്നുമില്ല അല്ലെ. നല്ലപോലെ ദേഷ്യം പിടിക്കുന്ന ഒരാൾക്കെല്ലാം ഈ കോപത്തെ നിയന്ത്രിച്ച് നിർത്താന്ന് പറയുന്നത് വലിയ പണിയാണ്, ചെറിയ പണിയൊന്നുമല്ല. നമ്മളെ പോലത്തെ ആൾക്കാർ പൊതുവെ അങ്ങനെ അധികം ദേഷ്യം പിടിക്കാണ്ട് അള്ളാഹു തആല ആദ്യം അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടായിട്ട് നമ്മളിങ്ങനെ ക്ഷമയോടെ നിൽക്കുന്നത് ഞാൻ വിചാരിക്കല്. നേരെ മറിച്ച് ദേഷ്യം പിടിക്കുന്ന ഒരാളാണെങ്കിൽ ആ ദേഷ്യത്തെ ഒതുക്കി നിർത്താന്നുള്ളത് നല്ല പാടാണ്. അതേപോലെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഇത്തരം ദുസ്വഭാവങ്ങൾ അല്ലാഹു തആല തുടച്ചു നീക്കി തരട്ടെ. നല്ല വിശാലമായ ഹൃദയങ്ങളുടെ ഉടമകളാക്കി തരട്ടെ നമ്മളെല്ലാരെയും. നമ്മളിപ്പോ നോമ്പൊക്കെ എടുത്ത് നല്ല ഫിക്റിൽ ഇങ്ങനെ ഇരിക്കല്ലേ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെ നോമ്പും നമ്മളെല്ലാം സ്വീകരിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ. അതായത് സ്വഭാവം നന്നാക്കാൻ വേണ്ടിട്ട് നമ്മള് വേറെ ആളെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിട്ട് ചിലപ്പോ പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമ്മളെ സ്വഭാവം നല്ലതാകാനും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വഭാവം എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് അത്ര അറിയണ്ടാവില്ല. നമ്മള് വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി.
എങ്ങനെ നമ്മളെ സ്വഭാവം നന്നാക്കാൻ അമ്മ പ്രാർത്ഥിച്ചു പോകൂല. അതന്നെ പറയുന്നത്. അമ്മ നമ്മളെ മക്കളെ സ്വഭാവം നന്നാക്കണേ, അവരെ സ്വഭാവം നന്നാക്കണേ എന്നെല്ലാം ദ്വാരക്കും. പക്ഷെ നമ്മളിത് ദ്വാരക്കൂല. അപ്പൊ ഇനി മുതൽ അതും ദുആ ചെയ്തോ, നമ്മളെ സ്വഭാവം നന്നാക്കണേന്ന് പഠിച്ചവനോട്. കാരണം എന്നെ വേണ്ടി പ്രാർത്ഥനന്റെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് ഈ നോമ്പിന്റെ പകലുകളും രാത്രികളും എല്ലാം. ഏത് സമയത്തുള്ള പ്രാർത്ഥനയ്ക്കും സ്വീകാര്യത ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് നല്ലോണം പ്രാർത്ഥിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം ഓർമ്മിക്കാം. കാരണം സൽസ്വഭാവം എന്നുള്ളത് നമുക്ക് കിട്ടുന്ന വലിയൊരു പുണ്യകർമ്മമാണെന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മളെ സ്വഭാവം നല്ലതാകാൻ വേണ്ടിട്ട് ആദ്യം നമുക്ക് വേണ്ടിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കാം. നമ്മളെ നാവിനെ നിയന്ത്രിക്കാൻ, നമ്മളെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, നമ്മളെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ, നമ്മളെ നോട്ടങ്ങളെ നിയന്ത്രിക്കാൻ എല്ലാം നമ്മൾ ദുആ ചെയ്യാം. എല്ലാ റബ്ബിനോട് ചോദിച്ചാലില്ലേ റബ്ബ് തരും. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക. അല്ലാഹ് നീ എന്നെ സഹായിക്കണേ റബ്ബേ, എന്റെ എല്ലാ നന്മകൾക്കും അള്ളാഹെ ദിക്ർ ചെയ്യാനും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനും എല്ലാ ഇബാദത്തുകളും നന്നാക്കാനും റഹ്മാനായ റബ്ബെ നീ എന്നെ സഹായിക്കണേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എപ്പോഴും. അപ്പൊ നമുക്ക് അതിനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു നൽകും, ഉറപ്പ്. ചോദിച്ചിട്ട് തന്നെ നമ്മൾ വാങ്ങണം. ചോദിച്ച് നമ്മൾ നേടിയെടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നവർ അല്ലെ. പിന്നെ അതുപോലെ മുസ്ലിങ്ങളിൽ തന്നെ ഏറ്റവും നല്ലവർ എന്ന് പറയുന്ന വിശേഷിപ്പിച്ചത് അവരിലുള്ള സൽസ്വഭാവികളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ വിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാന്ന് ചോദിക്കുമ്പോ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് സൽസ്വഭാവം. അപ്പൊ ജീവിതത്തിലെ നമ്മളെ എല്ലാ മേഖലകളിലും നമ്മൾ ഈ സൽസ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങളാണ് ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താ ഇവിടെ പറയുന്നറിയോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങളാണ്. എന്താണ്? ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെ ആയിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കും. തിന്മയെ നന്മ കൊണ്ട് പിന്തുടരുക. എന്തെങ്കിലും തിന്മകൾ നമ്മളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നന്മ കൊണ്ടുവന്നിട്ട് അതിന് പിന്നാലെ അല്ലെ, ഒരു തിന്മ നമ്മൾ സംഭവിച്ചു പോയാല് അതിന് പകരമായി അവിടെ ഒരുപാട് നന്മകൾ കൊണ്ടുവരുമ്പോ ആ തിന്മകളെ അല്ലാഹു തആല എന്താക്കും? ഇല്ലാതാക്കും, മായ്ച്ചു കളയുന്നവരെ. അതുപോലെ നീ ജനങ്ങളോട് നല്ല സ്വഭാവത്തോടെ പെരുമാറുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ 4 ഗുണങ്ങൾ ആരിലുണ്ടോ അവൻ ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. അതിൽ 4 കാര്യങ്ങൾ എന്തെല്ലാം പറഞ്ഞറിയാം? നമ്മൾ മുമ്പ് പറഞ്ഞ ഹദീസുകളാണ് ഇതൊക്കെ. അമാനത്ത് സൂക്ഷിക്കുക, സംസാരത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കുക, സൽസ്വഭാവം, ഭക്ഷണത്തിൽ ഹറാമായത് കരുതാതിരിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും നമ്മളത് കാര്യമാക്കേണ്ടതില്ല എന്ന് പറയും. അപ്പോ സൽസ്വഭാവം കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ ശരിക്കും എന്താണ് ഈ സൽസ്വഭാവം എന്ന് പറയുന്നത്? എന്തെല്ലാന്ന് അല്ലെ? അപ്പൊ അതിൽ പെട്ടുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമ്മള് എപ്പോഴും നല്ല മുഖപ്രസന്നതയോട് കൂടിയുള്ള ആളുകളാകാൻ ശ്രദ്ധിക്കണം. നമ്മളെ മുഖം നല്ല പുഞ്ചിരി തൂകുന്ന ഒരു മുഖമായിട്ട് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കണം. അത് മറ്റുള്ളവർക്ക് കാണുമ്പോ തന്നെ ഒരു സന്തോഷ സമാധാനം ഫീൽ ചെയ്യും അല്ലെ. നമ്മളെ കൂടെയുള്ളവരോടും എല്ലാരോടും നല്ലൊരു മുഖപ്രസന്നത നമ്മളെപ്പോഴും. ചില ആൾക്കാരുണ്ടാവും ചിരിക്കൂല അല്ലെ, ചിരിക്കാത്ത ആളെ നമുക്ക് നോക്കാൻ തന്നെ തോന്നൂല അല്ലെ. എപ്പോഴും ഒരു ദേഷ്യം പിടിച്ച പോലത്തെ ഒരു മുഖമായിട്ട് ഇരിക്കുമ്പോ കാണാൻ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാൻ തോന്നൂല അല്ലെ. അത് നമ്മൾ മാറ്റണം. അത് നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. നമ്മൾ എന്തിനാ ഒരു സദക്കയല്ലേ, ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് ഒരു സദക്കയല്ലേ അല്ലെ. നമ്മളെ മുഖത്തേക്ക് നോക്കുമ്പോ നമ്മളെ ഭർത്താവ് പറയുന്നില്ല, ഭർത്താവിന് കൊടുക്കാൻ കഴിയുന്ന വലിയൊരു സമ്മാനം തന്നെയാണെന്ത് അല്ലെ. പറയുന്നില്ല, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ നിനക്ക് സന്തോഷം നൽകുന്ന ഒരു ഭാര്യ, ഒരു ഇണയെ ഒരാൾക്ക് കിട്ടാന്ന് പറയുമ്പോ അത് വലിയൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ചിരിക്കാം.
അല്ലെ? കൽമ്പ്യാറും ചിരിക്കുക. അല്ലാഹു അക്ബർ. പുഞ്ചിരി, മുഖപ്രസന്നത, പിന്നെ സത്യസന്ധത, വിനയം അല്ലെ? വിനയം എന്നൊക്കെ പറയുമ്പോ പിന്നെ ലജ്ജ, പിന്നെന്താ അറിയോ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം. ഇല്ല, സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കാന്നുള്ളത് അത്ര നല്ല ഗുണമല്ല. നമ്മള് മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താകണം, അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുന്നവരാകണം ശരിക്കും. കാരണം അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സൽക്കർമ്മങ്ങളിൽ പെട്ട ഒരു സൽക്കർമ്മമാണെന്ത്? മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അതെങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടാ. നമ്മളെ നല്ല വാക്കുകൾ കൊണ്ടോ അല്ലെ, നമ്മളെ ശരീരം കൊണ്ടോ ഇനി സമ്പത്ത് കൊണ്ടോ എങ്ങനെയാണെങ്കിലും മനുഷ്യരെ സഹായിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക എന്നുള്ളത്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആരെയും ഒന്നും ഉപദ്രവിക്കാണ്ട് വെറുതെ ഇരുന്നാലും പ്രതിഫലാന്ന് പറയുന്നുണ്ട്. നിനക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആരെയും എന്താക്കാന്, ഉപദ്രവിക്കാണ്ടിരിക്കുക. നമ്മൾ പൊതുവെ പറയുന്ന കാര്യമാണ് അല്ലെ? ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കാണ്ടെന്നുകൂടെ നമ്മൾ ചോദിക്കൂലേ? അതെല്ലാരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ നല്ല വാക്ക് പറയാ, ക്ഷമ, വിട്ടുവീഴ്ച, കാരുണ്യം, കുടുംബബന്ധം ചേർക്കല്, ഇതെല്ലാം എന്താണ്? സ്വഭാവം, നല്ല സ്വഭാവങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അത് നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളോട് ഇങ്ങോട്ടേക്ക് ബന്ധം വിച്ഛേദിച്ചവനോട് നീ ബന്ധം ചേർക്കുക എന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്നെ ആക്രമിച്ചവർക്ക് നീ മാപ്പ് കൊടുക്കുക എന്നാ പറഞ്ഞത്. നിനക്ക് ദാനം നൽകാത്തവർക്ക് നീ ദാനം നൽകുക എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ സൽസ്വഭാവത്തിന്റെ ക്വാളിറ്റീസ് ആണ്. ഇങ്ങോട്ടേക്ക് ബന്ധം മുറിച്ചവരോട് ഇങ്ങോട്ട് വരുന്നില്ല, നമ്മളെന്തിനാ അങ്ങോട്ട് പോന്ന്? ഇത് നമ്മളെ സൽസ്വഭാവികളല്ല അപ്പൊ അല്ലെ? അവര് വിളിക്കലും പറയൊന്നുമില്ല, അവിടെ നമ്മളും പോക്കില്ല, തീർന്ന്. പിന്നെന്താ കാര്യമുള്ളല്ലേ? ഇതൊന്നും സൽസ്വഭാവം ഇല്ല. അവര് വരത്തില്ല, അവിടെ നമ്മള് പോക്കില്ല. അവര് വിളിക്കലില്ല, നമ്മള് വിളിക്കലില്ല. അപ്പൊ പിന്നെ നമ്മൾ അവര് തമ്മിൽ എന്താ വ്യത്യാസമുള്ളേ? ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കാനാ പറഞ്ഞത്. ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കണം അല്ലെ? ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പറഞ്ഞ രണ്ടു വാക്ക് അങ്ങോട്ട്, രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞാലേ നമുക്ക് സമാധാനം കിട്ടും. അങ്ങനെയല്ല നമ്മള് വേണ്ട അല്ലെ? മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിയണം. അതൊക്കെയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. പിന്നെയോ, നിനക്ക് ദാനം നൽകാത്തവർക്ക് നീ ദാനം നൽകുക. സുബ്ഹാനല്ലാഹ്. അങ്ങനൊക്കെ നമുക്ക് ആവാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതിലേക്ക് എത്താൻ സാധിക്കും. ഇൻഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട് അല്ലെ, ഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ. നീ സംസാരിക്കുകയാണെങ്കിൽ നീതി പാലിക്കുക എന്നുള്ളത്. അത് തൊട്ടടുത്ത ബന്ധുവിന്റെ കാര്യത്തിലായാൽ പോലും നമ്മൾ നീതിമുറയോട് കൂടി തന്നെ നിലകൊള്ളാൻ ശ്രമിക്കണം. അതുപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ ഏറ്റവും നല്ല വാക്ക് ആവാൻ ശ്രദ്ധിക്കുക. എല്ലാ വിഷയത്തിലും അല്ലെ, മാതാപിതാക്കളുടെ വിഷയത്തിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ, ആയിഷാന്റെ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടില്ലേ ആ ഒരു ബാധ്യത അല്ലെ? അക്ഷതമായിട്ട് ആയിഷ പറയുന്നുണ്ടേ. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നല്ല വാക്ക് പറയാ എന്നുള്ളത് പിന്നെ ശ്രദ്ധിക്കുക. നീചവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുക. നമ്മളെ ശബ്ദം നല്ലതാക്ക. ഈ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് അത്. പിന്നെ അതുപോലെ പിന്നെ ആൾക്കാരോട് പൊങ്ങച്ചം കാണിക്കുന്നത്, അഹങ്കാരം, ദുരഭിമാനം, അതൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതൊന്നും സൽസ്വഭാവിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ ആത്മപ്രശംസ, നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മളെ തന്നെ നല്ലത് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതും പാടില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൽസ്വഭാവത്തെ കാത്തു സൂക്ഷിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമുക്കറിയാം നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടല്ലേ, ഖാന ഖുൽഖുഹു അൽ ഖുർആൻ. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബുഇസ്തു ലിഉതമ്മിമ ഹുസ്നുൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വഭാവത്തില്
ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ കൈമുതലാക്കി ജീവിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.